രാധേ രാധേ സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ. എണീറ്റിട്ട് കുറച്ച് നേരമായി. എണീറ്റ് ചായ കുടിച്ച് ഹസ്ബൻഡ് ചായ കണ്ടാക്കി തന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് കുറേ പണിയുണ്ട്. ഒരുമാതിരി കോലത്തിലാണ് ഇപ്പോൾ വീടൊക്കെ. അപ്പോൾ ഒക്കെ വൃത്തിയാക്കണം. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുമ്പോഴേക്ക് കുറേ സമയം എടുക്കും. ഞാൻ അത്രയ്ക്കും കോലത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ പണി ചെയ്യാം, അല്ലെങ്കിൽ കുറേ സമയമാവും. ഇന്നലെ രാത്രിത്തെ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഉണ്ടാക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ടാക്കും. അയ്യോ ലൈറ്റർ കേടായോ. പപ്പടം പൊരിക്കാന്ന് വെച്ചിട്ടോ. പപ്പടം വാങ്ങിയിട്ടുണ്ട്. എന്താ ഗോൾഡി പാപ്പട കേട്ടോ. ബിക്കാനേരി കമ്പനീൻ്റെ പപ്പടം കേട്ടോ. നമ്മളുടെ കേരള പപ്പടം നല്ല മിസ് ചെയ്യലുണ്ട് കേട്ടോ. മോക്ക് എന്തോ പറയണം കേട്ടോ. ഹായ് ബോലോ. ഹായ് ഫ്രണ്ട്സ് ബോലോ. ലവ് യു ബോലോ. लाइक बोल दो. सब्सक्राइब. नाम क्या है? ഓ ഞാൻ പേര് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ പേരാട്ടോ പറയണേ. ടോലി. അന്യ പോലും. അന്യ ഇങ്ങനെ കേട്ടോ. വലിയ പപ്പട കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ 2 ഫ്രൈ ചെയ്യുന്നുള്ളൂ. പിന്നെ അപ്പുറത്ത് 2 ഫ്രൈ ചെയ്ത് കൊടുക്കാം. എന്താ പറയുക, വലിയ ചട്ടിയിൽ ഓയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യുക. ഇത് ഫുള്ളാക്കിയിട്ട് ഇത് എന്താണ് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇത്ര ചെറിയ പീസാട്ടോ ഫ്രൈ ചെയ്യാൻ പോണേ. ചട്ടി. खाओगी टोली पापड़? പപ്പടം വേണോ? പപ്പടം കഴിക്കണോ? പപ്പടം ഇതാട്ടോ. ഇങ്ങനെ കേട്ടോ ഫ്രൈ ആയത്. അപ്പോൾ ഇനി ഇത് അപ്പുറത്തേക്ക് കൊടുക്കാനാട്ടോ. മോന് പഠിക്കുക കേട്ടോ. ഹോംവർക്ക് ചെയ്യാണേ. ഇതിൽ ചോറാട്ടോ. ഇത് രാത്രിത്തെ ചോറാണേ. എന്താ പറയുക, രാത്രി കൂടുതലുണ്ടാക്കിപ്പോയി. പിന്നെ ഇതാ ഗ്രീൻ പീസ് വറുത്തതാട്ടോ. പിന്നെ സോയാബീൻ കറിയാണേ. പിന്നെ അച്ചാറാണ് കേട്ടോ. അത് മാങ്ങച്ചാറാണേ. അപ്പോൾ എന്താ പറയുക, ഇതാട്ടോ സ്പെഷ്യൽ ഇന്നലത്തെ രാത്രിത്തെ ഫുഡാണ്. സോയാബീൻ കറി, ചോറ്, പപ്പടം, അച്ചാർ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി. എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, കഴിച്ചിട്ട് പിന്നെ ബാക്കി പണി ചെയ്തിട്ട് കുറേ പണിയുണ്ട് ചെയ്യാൻ. एक बार हल्ला नहीं करना. दे रहे बोतल लेके आओ. बोतल अंदर से. तो हो गया. अब नहीं चलाना था. कहाँ किया? कब किया?
പാത്രം കഴുകി കഴിഞ്ഞിട്ടോ നീ മോളെ കുളിപ്പിക്കാണ്ട്. അപ്പോൾ മോളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കും. ഇവിടെ വെയിലുണ്ട് കേട്ടോ, അപ്പോൾ വെയിലത്ത് കുളിപ്പിക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ ഇവിടെ നിന്നാട്ടോ കുളിപ്പിക്കണേ. ऊपर उठाओ सर, ऊपर सर उठाओ. രണ്ടാളെയും കുളിപ്പിച്ച് മാറ്റി കൊടുത്തിട്ടോ. ഇനി വീട്ടിലത്തെ പണിയുണ്ട്, ഹസ്ബൻഡിന് ഫുഡ് പാക്ക് ചെയ്യാനുണ്ട്. കറി ചൂടാക്കിയിട്ട് ഇതന്നെ കൊടുക്കാം അവർക്ക്. ഇത് ബാജറേൻ്റെ ചപ്പാത്തി കേട്ടോ, ബാജരപ്പൊടി. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫുഡ് പാക്കായിട്ടോ. ഉച്ചയായിട്ടോ. എന്താണ് ഫുഡൊക്കെ കൊടുത്ത ഹസ്ബൻഡിന്. ഇനിയിപ്പോൾ മോളെ ഉറക്കി ഇനി പെട്ടെന്ന് അടിച്ചു വാരി തുടയ്ക്കണം. പിന്നെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാണ്ട് കേട്ടോ. പിന്നെ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിരുന്നു, അഞ്ജലി യൂസ് ചെയ്യുന്ന സിന്ദൂരം ഏതാ കമ്പനിന്ന്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സിന്ദൂരം കമ്പനിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുപോലത്തെ കുപ്പിയിലാണ് സിന്ദൂരം വാങ്ങിക്കൊണ്ടുവരല്. ഞാൻ സിന്ദൂരം വാങ്ങാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുപ്പിയിലാണ് ഉണ്ടാവുക മാർക്കറ്റിൽ. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുവരും, 5-6 കുപ്പി വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ എന്നിട്ട് ഇതിൽ ഇടും കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് സിന്ദൂരം വെക്കുന്ന പാത്രം ഇട്ടത്. ഇതിലാട്ടോ ഇതിലുണ്ട് ഒരു കുപ്പി ഞാൻ ഇട്ടതാണ്. ഇത് ടൈറ്റാട്ടോ, ടൈറ്റായി നിൽക്കും. ഇതാ ടൈറ്റായി, നല്ല രസമാട്ടോ. ഇതുപോലത്തെ ഇതിൻ്റെ വേറെ ഡിസൈൻ കുപ്പിയൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോളൂ. എൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ അപ്പോൾ കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഇവിടുത്തെ യുണീക്ക് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ടോ. ഇതിൽ പകുതി യൂസ് ചെയ്തു പോയി കേട്ടോ. പാലൊക്കെ കൊടുത്താൽ നല്ല ഐഡിയ ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് സൈഡാവും. അടിച്ചു വാരി കഴിഞ്ഞിട്ടില്ലേ അപ്പോഴേക്കും മോള് ഉണർന്നിട്ടോ. ഇന്ന് ഫ്ലിപ്കാർട്ട് വഴി എൻ്റെ ഒരു പാർസൽ വന്നിട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച ആയിന്. അപ്പോൾ ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചരാ എന്താ സംഭവം. ഇതാണ് കേട്ടോ, മൈക്കാണേ. ഹോളി ലാൻഡിൻ്റെ മൈക്കാണ് കേട്ടോ ഇത്. ഹോളി ലാൻഡ്. ഈ മൈക്ക് ഞാൻ വാങ്ങിയത് EMIയിലാട്ടോ. എൻ്റെ ഫ്ലിപ്കാർട്ടിൽ EMIൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ. 3/1 പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്രേൻ്റെ സാധനം നമ്മൾ വാങ്ങിയാൽ 15,000 ലിമിറ്റ് ഉണ്ടാവും. അതിൽ 15 ഒരു ഭാഗം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വാങ്ങിയത് 12 സംതിങ്ങിൻ്റെ സാധനമാണ്. അപ്പോൾ അതിൽ 4 സംതിങ് ആണ് ഫസ്റ്റ് കൊടുത്തത്. ഇനി ഫെബ്രുവരി മാസത്തിൽ 4 സംതിങ് കൊടുക്കണം. പിന്നെ മാർച്ച് മാസത്തിൽ 4 സംതിങ്. അപ്പോൾ 3 അടവ് തീരും. അതിനാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കാത്തത്. എൻ്റെ ഫോണ് സ്ക്രീനൊക്കെ പൊട്ടിയിട്ടോ.
ഭയങ്കര പ്രോബ്ലം ആവുന്നുണ്ട്, വീഡിയോസ് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഹാങ് ആവും, പിന്നെ എന്താണ് വീഡിയോ ഉണ്ടാക്കുമ്പോൾ സ്റ്റക്ക് ആവും, അങ്ങനെ ഓരോ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. നല്ല ഫോണായിരുന്നു കേട്ടോ, മോട്ടോറോളേൻ്റെ ഫോണായിരുന്നു കേട്ടോ. ഇത് 1 വർഷമായി യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലേന്ന്. പക്ഷേ ഇത് സ്ക്രീൻ പൊട്ടിൻ്റെ ശേഷം ഭയങ്കര പ്രോബ്ലം വരുന്നുണ്ട്. ഇതിൽ ഞാൻ മോളെയും മോൻ്റെ വാൾപേപ്പറായിട്ട് വെച്ചത്. ലോക്ക് സ്ക്രീനിൽ മോനാട്ടോ. പിന്നെ ഇതാ ഇത് മോളാണ്. ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചരാ. സൂപ്പർ കാർഡ് ഇതാ, സൂപ്പർ കാർഡ് പേ ഇൻ 3 months ഉണ്ട്. അപ്പോൾ ഇതിൽ പോയി ഇപ്പോൾ അവൈലബിൾ ബാലൻസ് ഇത്രയാണ്, 2 something ആണ്. യു ഓൺ അപ്കമിങ് പേയ്മെൻറ്റ്, ഇനി അടുത്ത മാസം ഇത്രയാണ് പേയ്മെൻറ്റ് കൊടുക്കുക. 4,322 അടുത്ത മാസം 5-ാം തീയതി. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയോണ്ട് ഇത്തിരി നല്ല മൈക്ക് വാങ്ങാൻ കഴിഞ്ഞ്. ഇതിന് മുമ്പേ യൂസ് ചെയ്തത് ഒരു 1200 സംതിങ്ങിൻ്റെ മൈക്കായിരുന്നു, പേരൊന്നും ഓർമ്മയില്ല. ബാറ്ററി ബാക്കപ്പ് 4 മണിക്കൂർ ചെയ്യുന്നു കേട്ടോ. പിന്നെ നല്ല മൈക്കിന് അതും, പക്ഷെ 4 മണിക്കൂർ ഞാൻ ഡെയിലി ബ്ലോഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഡെയിലി ബ്ലോഗിനനുസരിച്ച് ഉള്ള മൈക്ക് വാങ്ങി. അപ്പോൾ ഫുള്ള് എന്താണ് അൺബോക്സിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ മൈക്ക് എങ്ങനെ. നല്ല രസാട്ടോ ഇമോജീസ്. പിന്നെ ഇതാട്ടോ, ഇതൊക്കെ തുറന്ന് നോക്കിയതാട്ടോ ആദ്യം. ബോക്സ് ആണ് കേട്ടോ മൈക്കിൻ്റെ, ഇങ്ങനെ കേട്ടോ. പിന്നെ ഇത് ക്യാമറയ്ക്കുള്ള റിസീവറാണ് കേട്ടോ. പിന്നെ 2 മൈക്കാണേ. മൊബൈൽ ഫോണിൻ്റെ റിസീവറാണ് കേട്ടോ. ഇത് ഐഫോണിൻ്റെ റിസീവറാണ്, ഇത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ റിസീവറാണ് കേട്ടോ. അപ്പോൾ 2 റിസീവറാണ് കേട്ടോ ഇതിൽ. പിന്നെ ഇതൊരു ബാഗാണ്, ബാഗിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാട്ടോ. പിന്നെ ഇത് ലോക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 2 ലോക്കറ്റ്, 2 മൈക്കിന് 2 ലോക്കറ്റാണ്. ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതാ റബ്ബർ മാറ്റി, ഈ ലോക്കറ്റ് മാറ്റി, പിന്നെ ഇതാ എടുത്താൽ മതി. ഇങ്ങനെ കേട്ടോ, ഇതാ മാല, ഹോളി ലാൻഡിൻ്റെ മാല. മൈക്ക് ഹേ. പിന്നെ ഇത് ചാർജിങ് കേബിളാണ് കേട്ടോ, ടൈപ്പ് സി ആണ് കേട്ടോ ചാർജിങ് കേബിൾ. ഇത് മറ്റേ ക്യാമറ റിസീവറില്ലേ, ഇതാ ഇത് ഈ റിസീവറിൻ്റെ കേബിളാണ് കേട്ടോ, ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ടിത് ക്യാമറയിലേക്ക് ഇടും. ഇത് മൈക്കിൻ്റെ കവറാണ് കേട്ടോ. ഓക്കെ, വിൻഡ് ഷീൽഡ് എന്നാട്ടോ പറയാതിന്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല രസമുണ്ടേ. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കാറ്റിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും മൈക്കിലൊക്കെ. അപ്പോൾ ആ സൗണ്ടൊന്നും സംഭവം എക്സ്ട്രാ സൗണ്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യല് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ ഓട്ടിക്കുമ്പോൾ അന്നേരം കാറ്റിൻ്റെ സൗണ്ട് കൂടുതലുണ്ടാവുക. അപ്പോൾ അതൊന്നും അത്ര ഉണ്ടാവില്ല, ഓവറായിട്ട് ഉണ്ടാവില്ല, മാനേജ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. ഇതിന് വിൻഡ് ഷീൽഡ് എന്നാണ് പറയുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഇങ്ങനെ മൈക്കിലിട്ടിട്ട് യൂസ് ചെയ്യും.
എന്നിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. എന്താണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം വന്ന് നല്ല സന്തോഷമാണ്. ഇതൊക്കെ സാധിക്കുന്നത് യൂട്യൂബിൻ്റെ കാരണം കൊണ്ടാട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹം കാരണം കൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സപ്പോർട്ട്, ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ. അപ്പോൾ ഇതിന് എനിക്ക് ആകെ ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് എല്ലാവർക്കും ഒരുപാട് നന്ദി, ഇത്രയും സപ്പോർട്ട് സ്നേഹം തരുന്നതിന്. നിങ്ങൾ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ചെക്ക് ചെയ്ത് ഒക്കെ ഓക്കെയാണ്, വോയിസൊക്കെ ഓക്കെയാണ്, ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. താഴേക്ക് വീഴാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും. അപ്പോൾ അതുകൊണ്ട് താഴേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റാണ്. ഈ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാണ്ട് ഇരുടായി, നിങ്ങൾക്ക് കാണാം പുറത്ത് ഇരുടാണ് കേട്ടോ. ഇരുടായി, ഇനി തണുപ്പ് കൂടി വരും കേട്ടോ. അപ്പോൾ വേഗം ഫുഡ് ഉണ്ടാക്കണം, എന്നിട്ട് കഴിച്ചിട്ട് ഉറങ്ങണം. അപ്പോൾ നോക്കാം എന്താ ഉണ്ടാക്കേണ്ടത്. അത് പൊട്ടാറ്റോ പിന്നെ ഗ്രീൻ പീസ് കറിയാട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സുഖമായിട്ട് എന്താ പറയുക, ആലു മട്ടർ ടമാട്ടർ അങ്ങനെ കേട്ടോ എല്ലാവരും പറയാം. നല്ല രസം, അത് കേൾക്കാൻ കേട്ടോ. ഇതാ ഗ്രീൻ പീസാണ്. കുറച്ച് കൂടുതൽ കറിയായിട്ട് ഉണ്ടാക്കണേ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉള്ളി വെളുത്തുള്ളി യൂസ് ചെയ്യൂല. അപ്പം എന്താണ് അപ്പുറത്തും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് സുഖമായിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ചൊവ്വാഴ്ചയും പിന്നെ ശനിയാഴ്ച ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ. അമ്മ പാലിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങനെ ഒന്നും ചെയ്യലില്ല. അപ്പുറത്തേക്ക് മാറിയെങ്കിലും ഞാൻ ചൊവ്വാഴ്ച ശനിയാഴ്ച യൂസ് ചെയ്യലില്ല ഉള്ളി വെളുത്തുള്ളി. ജീരകം കേട്ടോ. മുളക് കേട്ടോ, മുളക്. മഞ്ഞപ്പൊടി, ഗരം മസാല കേട്ടോ, മല്ലിപ്പൊടി, ചില്ലി കളർ വെക്കുന്ന പൗഡർ കേട്ടോ, റെഡ് ചില്ലി പൗഡർ. പിന്നെ ഇത് ചിക്കൻ മസാല, മീറ്റ് മസാല. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. മക്കൾക്ക് ഇങ്ങനെ ചപ്പാത്തി ഇഷ്ടാട്ടോ, റൗണ്ട് ആക്കിയിട്ട് നെയ്യൊക്കെ പുരട്ടി കൊടുക്കുമ്പോ അപ്പോൾ അങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ്. അങ്ങനെ രാത്രിത്തെ സ്പെഷ്യല് ചോറും പിന്നെ ഗ്രീൻ പീസ് പൊട്ടാറ്റോ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എങ്ങനെയുണ്ട് എന്തായാലും ഫീഡ്ബാക്ക് തരണം. പിന്നെ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.